ഹലോ, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒക്കെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഉച്ചയ്ക്ക് ഇടാം എന്നുള്ളത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 2 എന്നുള്ളത് കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, കാരണം പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 1-2 വീഡിയോസ് എനിക്ക് 1-2 പേര് അയച്ചു തന്നതോട് കൂടിയിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് ചെയ്യാണ്ട് ഇന്നേക്ക് വെച്ചത് കേട്ടോ. പക്ഷേ കുറച്ച് ലേറ്റായും തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുക, ഞങ്ങൾ 18 വയസ്സും 23 വയസ്സും അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് 10-ാം മാസമായപ്പോഴേക്കും ഒരു മോനുണ്ടായി. അവിടെ നിന്ന് കാത്ത് അവൻ്റെ ഇഷ്ടത്തിന് ഉണ്ടായ ഒരു മോളാണ്. അതായത് എനിക്കൊരു ഉണ്ണി വേണം, അതൊരു പെൺകുട്ടി വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തുണ്ടായ ഒരു മോളാണ്. 7 വയസ്സ് കഴിഞ്ഞിട്ട് പൊന്നു. അപ്പോൾ എന്ത് പേരിടണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഡോൺ തന്നെയാണ് ഡിംപിളിനുള്ള പേര് പോലും സെലക്ട് ചെയ്തത്. അങ്ങനെ എന്താ പറയുക, എൻ്റെ പെങ്ങളുട്ടി എന്നുള്ള രീതിയിൽ ഇന്ന് വരെ, നാളത്തെ കാര്യം എനിക്കറിയില്ല, ഇന്ന് വരെ മറ്റേ ആ പാട്ട് ഞാൻ പറയും, ഉസ്താദിലെ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ള പാട്ട്. അങ്ങനെ എന്താ പറയുക, അവൻ്റെ ഇഷ്ടത്തിന് നോക്കി വളർത്തി കൊണ്ടുവന്ന മകളാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചേട്ടച്ചൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പരിപാടി പറയുമ്പോഴും അവനോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നമ്മളുടെ കാളിയമർദ്ദനാണ്. ഇത് നമ്മളുടെ എന്താ പറയുക, പാട്ട് കൊയറിൽ പാവർട്ടിയിലുണ്ടായിരുന്നത്. ഇതാണ് ഡിംപിളുടെ ഫസ്റ്റ് ഡാൻസ് ടീച്ചർ. ഫസ്റ്റ് ഞാനാണ് പഠിപ്പിച്ചതെങ്കിലും പിന്നെ ഒഫീഷ്യൽ ഒരു ഡാൻസ് ടീച്ചർ എന്ന് പറയുന്നത് ബീനയായിരുന്നു കേട്ടോ. കലാലയം വർക്കി മാഷിൻ്റെ മകളാണ്. ഇത് അഹല്യ. അപ്പോൾ അരങ്ങേറ്റത്തിന് മുൻപായിട്ട് ഒരു സ്റ്റേജ് ഗുരുവായൂരാണ് ആയിരുന്നു. അപ്പോൾ ശ്രീദേവി ടീച്ചറായിരുന്നു. ശ്രീദേവി ടീച്ചറുടെ ഫോട്ടോ ഇതിലുണ്ട് കേട്ടോ. അങ്ങനെ കുറേ മാഷുമാരുടെ ശിക്ഷണത്തിലാണ് ഡിംപിൾ ശരിക്കും പറഞ്ഞാൽ ഡാൻസിൻ്റെ പാഠങ്ങൾ മുഴുവൻ പഠിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഐറ്റവും പഠിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ മാപ്പിളപ്പാട്ട്, റെസിറ്റേഷൻസ്, അങ്ങനെയുള്ള ഇതാണ് ശ്രീദേവി ടീച്ചർ കേട്ടോ. അങ്ങനെ കുറേ എല്ലാ പരിപാടികളിലും യൂത്ത് ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഡിംപിളില്ലാത്തൊരു ഐറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആനുവൽ ഡേക്കൊക്കെ പ്രൈസ് കൊടുക്കുമ്പോൾ ഡിംപിൾ റോസ് സ്റ്റോഡിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും പറയും എല്ലാ പേരും ഈ കുട്ടിയുടെ ആണല്ലോ എന്ന്. അങ്ങനെ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമ കാറ്റു എന്ന് വിളിച്ചപ്പോൾ. അത് കഴിഞ്ഞത് തെങ്കാശിപ്പട്ടണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളെന്താ പറയുക, സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് റിഹേഴ്സൽ വരെ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു നല്ല തിരക്കുള്ളൊരു സമയം ഡിംപിളിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ കല്ലുമോളാണ്. അപ്പോൾ ഭയങ്കര സൈസായിരുന്നു അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കുട്ടിക്ക് പ്രായം കൂടുതലാണ്, കാരണം സീരിയലിൽ ഇത്തിരി ഏജ് കൂടിയ ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇത് 10-ാമത്തെ വയസ്സിൽ കുർബാന സ്വീകരണം. ഇത് നെടുമുടി വേണു നാഗവള്ളി സാറിൻ്റെ കൂടെയുള്ള സീരിയൽ. അങ്ങനെ സീരിയലിൻ്റെ ഫോട്ടോസ് എടുത്താൽ കണ്ടമാനുണ്ട്. പക്ഷേ എനിക്ക് എല്ലാതും ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ വളരെ കുറച്ച് എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് ഒന്ന് പെറുക്കി കുട്ടിയിടാന്നൊക്കെ പറയില്ലേ, പെറുക്കി കുട്ടിയിട്ടതാ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് നാളെ മേലാക്കം കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് നോക്കണ്ടല്ലോ, ഇതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കുറേ ഈ ഓരോ ഫോട്ടോസ് കാണുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ഓർമ്മകൾ വരിക. അപ്പോൾ അന്ന് ദേവി മഹാത്മ്യം ചെയ്യുമ്പോഴുള്ള ഫോട്ടോ ആണ്. കുറേ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഡിവോഷണൽ സീരിയൽസാണ് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഡേറ്റ്സ് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നിനും അന്ന് ഫുൾ പട്ടുപാവാടിയും ബ്ലൗസും അല്ലെങ്കിൽ ദാവണി അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, പിന്നെ അവാർഡ് ഫങ്ഷൻസും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ വീണ്ടും നാളെ പറയണത്, ഇപ്പോഴൊക്കെ നമ്മൾ പറയുന്നിടത്ത് കുട്ടികൾ നിൽക്കും. നാളത്തെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നാളെ എന്ന് പറയുന്നത്. എപ്പോഴും ഡ്രസ്സിങ്ങിലായാലും എല്ലാ കാര്യങ്ങളിലും ഞാനായാലും ഡാഡി ആയാലും ഡോണായാലും ഒപ്പം നിൽക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായി തോന്നിക്കഴിഞ്ഞാൽ അപ്പം അത് വേണ്ട, ഇത് നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാക്സിമം ഒഴിവാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ അൽഫോൺസമ്മയുടെ പ്രോഗ്രാമിന് പോയപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടത്തെ ഡിംപിൾ തന്നെ, ഒരു മാറ്റവും ഇല്ല, ആ കാഴ്ചയിലും വസ്ത്രധാരണത്തിലും ഒന്നും ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു. സാരി ഉടുത്തിട്ട് ഇറങ്ങി ഫ്രോക്ക് ഇട്ടപ്പോഴാണ് പറഞ്ഞത്, ഇതാണിപ്പോൾ നമ്മുടെ ഡിംപിൾ, സാരി ഉടുത്തപ്പോൾ വലിയ പെണ്ണായി, അത് വേണ്ട, ഞങ്ങളുടെ ഡിംപിൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ മക്കളെക്കുറിച്ച് ഒരാൾ പോലും ഒരു ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സങ്കടമാണ്. ഇത് നിങ്ങൾക്കറിയാം കാസനോവ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ട് മാറി നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ഒന്ന് തിരഞ്ഞെടുത്തതും ഡിംപിൾ അതിൽ പോയതും. അപ്പോൾ അവിടെ ആയിരുന്നു അംബിക ആൻറ്റി ആയിരുന്നു അവളുടെ മെയിൻ ആൾ കേട്ടോ. ഭയങ്കര എന്താ പറയുക. പിന്നെ മോഹനേട്ടൻ ഇവിടെ മേക്കപ്പ് മാൻ, ഇവരൊക്കെ ആയിരുന്നു, എപ്പോഴും വിളിക്കുമായിരുന്നു. പിന്നെ ഡിംപിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണക്ഷൻ കൊണ്ടുപോകാനായിട്ട് അറിയുന്ന ഒരാളല്ല. ഒന്നാമത് സ്വന്തമായിട്ടൊരു ഫോൺ അവൾ ഉപയോഗിച്ച് ഇഷ്ടമല്ല, ഇന്നും അങ്ങനെ ഫോണിൽ സംസാരിക്കാനായിട്ട് വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ തായ്ലൻഡിൽ പോയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഡാഡി മോളും കൂടിയിട്ടാണ് ആ സമയത്ത് പോയിരുന്നത്. ഡോൺ ലീവിന് ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനും മോനും നാട്ടിലും ഡാഡിയും മോളും തായ്ലൻഡിലായിരുന്നു. പിന്നെ ദുബായിലേക്ക് തിരിച്ച് ചെന്നപ്പോഴേക്കും ഡോൺ തിരിച്ച് ദുബായിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാസനോവയുടെ ഗെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കണ്ണിനൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നപ്പോൾ കുറച്ച് നാൾ കണ്ണാട വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സമയത്തൊക്കെ കണ്ണാടയുടെ ഫോട്ടോസ് ഉള്ളത്. വളരെ കുറച്ച് പീരീഡ് സമയം മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളുടെ ടിനി ടോമിൻ്റെ നായികയായിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സംഭവം. മറ്റേ ആലുവയിലുള്ള നമ്മുടെ ശിശുക്ഷേമ വകുപ്പിൻ്റെ, ഇത് നമ്മുടെ OMV കുറുപ്പിൻ്റെ മലയാളത്തിൻ്റെ കുഞ്ഞേടത്തി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇപ്പോഴും ഷോർട്ട് ഫിലിമിൽ എടുക്കുന്നുണ്ട്. കുഞ്ഞേടത്തി എന്ന് അടിച്ച് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം കാണാം. വളരെ എന്താ പറയുക, ONV സാറിൻ്റെ കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ. ഇത് 18ാമത്തെ വയസ്സിൽ ഡിംപിളിന് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ 18 വയസ്സിൻ്റെ തൊട്ട് മുമ്പാണ് കാസനോവയിൽ അഭിനയിച്ച്. 18 വയസ്സ് കഴിഞ്ഞത് കാസനോവയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ സംഭവം. 18 വയസ്സിലത്തെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ നാനോ കാറ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കറിയാം ഫുൾ ടൈം ഞങ്ങളിങ്ങനെ പർച്ചേസിങ്ങിൻ്റെ പേര് പറഞ്ഞ് ഇറങ്ങും. അത് കഴിഞ്ഞ് ഓരോ ഡെസ്റ്റിനേഷനിൽ പോകലും വരലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. അപ്പോൾ പോകുമ്പോൾ എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസ്, പിന്നെ ഓരോ ഫങ്ഷൻസിന് പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ്. ഇത് നമ്മളുടെ ഒരു റിയാലിറ്റി ഷോയിൽ ലാലേട്ടനായതാണ് കേട്ടോ. കസ്തൂരിയുടെയാണ്. അപ്പോൾ അന്ന് എല്ലാവരും ലളിതാമ്മയായിരുന്നു, KPSC ലളിതയായിരുന്നു. ലളിതാമ്മ പറഞ്ഞു ഒരു കുഞ്ഞ് ലാലുവിൻ്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വീണയും ഡിംപിളും കൂടി കളിച്ചതാണ്. സെമി ക്ലാസിക്കലായിരുന്നു. അങ്ങനെ എന്താ പറയുക, കുറേ ഐറ്റംസ് കുട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരുന്ന് കാണും, ലാപ്ടോപ്പിലിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് ഈ പറഞ്ഞ പോലെ കുറേ ആഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ഫോട്ടോസൊക്കെ പെറുക്കി കൂട്ടിയിട്ടിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് ഒരിക്കൽ എല്ലാ ഫോട്ടോസും തപ്പിയെടുക്കണ്ട, അല്ലെങ്കിൽ അത് ചീത്തയായി പോയി എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയാകുമ്പോൾ അതവിടെ കെടുക്കുകയും ചെയ്യും. നിങ്ങൾക്കും കാണാം. എൻ്റെ വക ഡിംപിളിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇതാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ബാക്കി കൊടുക്കുന്നതൊക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിരിക്കട്ടെ എന്ന് പറയില്ല. ഏത് കാലത്തായാലും മോൻ വലിയ കുട്ടിയായാലും അവനൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ചെറുപ്പം തൊട്ട് ഇതുവരെയുള്ളത് 33 വയസ്സ് വരെയുള്ള ഫോട്ടോസ് എല്ലാതും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ പ്രായം കാണാവുന്ന പോലെയുള്ള ഫോട്ടോസ് ഇതിനകത്തുണ്ട്. അപ്പം അത് എനിക്ക് എന്താ പറയുക, ഓരോ ഫോട്ടോസും കാണുമ്പോൾ ഓരോ ഫോട്ടോസിനുണ്ട് അതിൻ്റേതായ കഥകൾ പറയാനായിട്ട്. പക്ഷേ എല്ലാതും നമുക്ക് പറഞ്ഞു തീരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴുള്ള എൻ്റെ സന്തോഷം നിങ്ങൾക്കൊക്കെ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് അതുപോലെ കിച്ചൺ മാജിക്കിൻ്റെ സമയത്തെ ഷൂട്ടിന് എടുത്തിട്ടുള്ള ഫോട്ടോസ്. ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. ഇത് വിന്നറായതിന് ശേഷം അപ്പോൾ നിഷയും ഡിംപിളായിരുന്നു, പിന്നെ ചാരു, അനില, 5 പേരായിരുന്നു ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് മറ്റേ കോമഡി സ്റ്റാർസിൽ പോയതും പിന്നീട് കല്യാണമായതും അങ്ങനെ ഫീൽഡ് വിട്ടതും പിന്നെ യൂട്യൂബ് വഴിയായതും അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ആങ്ങളുടെയും പെങ്ങളുടെയും കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഡോണിൻ്റെ കല്യാണത്തിൻ്റെ ഉറപ്പിക്കേണ്ട എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ ഫോട്ടോ ആണ്. ഡോണിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിംപിളിന് പട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൂട്ടിന് അടുത്ത ആളെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഡിംപിൾ അങ്ങനെ കുറേ തടിയൊന്നുമില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഏത് സമയം നോക്കിയാലും നമ്മുടെ കാവ്യനെ പറയണ പോലെ ഏത് സമയത്ത് നോക്കിയാലും തടിയുള്ള കുട്ടി എന്നാണ് പറയുക കേട്ടോ. പക്ഷെ പിന്നീട് നമ്മൾ പഴയ ഫോട്ടോ നോക്കുമ്പോൾ ഇതിൽ തടിയില്ലല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിംപിളിൻ്റെ ഈ എൻഗേജ്മെൻറ്റിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് കടന്നു വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഡിംപിളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 33 വയസ്സായിട്ടുണ്ടെങ്കിൽ
ഒരു എന്താ പറയുക, ഞാനെന്നും ഈ 59 വയസ്സിലും ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. അത്രയധികം പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ കുട്ടി കടന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്താ പറയുക, അവളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടമാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല. സംഭവം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൊച്ചു ഞാൻ പറയില്ല, കല്യാണത്തിന് മുമ്പ് തൊട്ടേ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയി അങ്ങനെയാണ് കല്യാണത്തിലേക്ക് എത്തിയത്. കല്യാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ സ്റ്റേജാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയം ഓരോ സ്റ്റേജും എൻ്റെ ഈ 52 വയസ്സ് വരെ ഞാൻ പറയും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞ് 1-2 വർഷം മാത്രമാണ് ഒരു സങ്കടം വന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടി സന്തോഷം ദൈവം ഇപ്പം തരുന്നുണ്ട് എന്ന് പറയും. പക്ഷേ ഡിംപിളിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. 33 വർഷം ഉണ്ടെങ്കിൽ 33 വർഷത്തിലും ഓരോ തരത്തിലുള്ള സങ്കടങ്ങളാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറയും, ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഊതിക്കാച്ചിയ പൊന്നെന്ന് പറയില്ലേ, അതുപോലെയായി. കാരണം ഈ സങ്കടങ്ങളുടെ ഇടയിൽ കൂടെ കടന്ന് പിന്നെ അവൾക്ക് ചുറ്റും എന്താ പറയുക, നല്ല സ്ട്രോങ് പില്ലേഴ്സായിട്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ അവൾക്ക് ചുറ്റും പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വീഴാണ്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ദൈവം എങ്ങനെയൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന അവളുടെ വലിയൊരു ആയുധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ എല്ലാം എന്താ പറയുക നിസ്സാരമായിട്ട് കടന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഡിംപിളിനെ കുറിച്ച് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര അഭിമാനമാണ്, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം. ഇപ്പോൾ ഡിവൈനും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരാളേക്ക്, ഒരു മോളെ അല്ലെങ്കിൽ ഒരു നാത്തൂനെ, അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നത് വലിയ ഭാഗ്യമെന്ന് പറയും. ആ ഭാഗ്യം അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരവസരം ദൈവം അറിഞ്ഞു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നത്തെ സങ്കടം ഇതായിരുന്നു. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം, പ്രസവിച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്വന്തം കൊച്ചിനെ കാണുന്നത്, അടുത്തൊരു കുട്ടി സിംതേരിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അമ്മമാരായിട്ടുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടും കയ്യിൽ കിട്ടുമ്പോൾ 900, 9200, അത് കഴിഞ്ഞ് 1 കിലോ, അങ്ങനെ ഓരോ ഗ്രാം കൂടുന്നത് ഞങ്ങൾ നോക്കിയിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പതുക്കെ ഈ 4 വയസ്സ് വരെ ആവാനായിട്ട് പെട്ട പാട് ചെറിയതൊന്നുമല്ല. അത് കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറിയൊരു 10 ദിവസം മുമ്പെങ്കിലും പ്രസവിച്ച അമ്മമാർക്ക് മനസ്സിലാവും ഇത്രയും മാസം മുമ്പ് പ്രസവിച്ച ഒരു കൊച്ചിനെ നോക്കി വളർത്തി ഇവിടം വരെ എത്തുമ്പോഴുള്ള അവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. അവൾക്ക് തന്നെ അത് പറ്റിയിട്ടുള്ളൂ. അവൾ തന്നെ എന്താ പറയുക, ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതുപോലെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇന്നും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോണത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുക. അത്രയും എന്താ പറയുക, അത് എന്താണ് ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നും അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടി അത്രയും സഹിച്ച് ജീവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മൾ സാധാരണ മക്കളെ വളർത്തുന്ന പോലെ വളർത്തി അവർ വലുതായി അവരുടെ ഓരോ ഘട്ടങ്ങളും ഭംഗി പോലെ കഴിഞ്ഞു പോയി. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവളുടെ ബാല്യം കഴിഞ്ഞോട് കൂടിയിട്ട് പല ഘട്ടങ്ങളിലും പലതരം അനുഭവത്തിൽ കൂടെയാണ് കടന്ന് ഇവിടെ എത്തിയത്. സൈബർ അറ്റാക്കിൻ്റെ വശം വേറെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും, ഓരോ വർഷവും ബർത്ത്ഡേക്ക് വരുമ്പോൾ ഞാൻ പറയും അടുത്ത വർഷം എൻ്റെ മോൾക്ക് നോക്കിക്കോ നല്ലതാവട്ടോ എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഈ മൂലം നാളിൻ്റെ. ഞാൻ പറയും നാളിൻ്റെ അല്ല മോളെ, അത് ഓരോരുത്തരുടെ സമയത്ത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കഷ്ടങ്ങൾ വന്നാൽ നല്ലത് വരുമ്പോൾ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു കൊടുക്കും. കുറേ സന്തോഷിച്ചത് കൊണ്ടാണ് ദൈവം കുറച്ച് സങ്കടങ്ങൾ തരുന്നത്. പിന്നെ നമുക്കറിയണ്ടേ എല്ലാവരുടെയും സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഘട്ടമായിപ്പം ഞാൻ പറഞ്ഞു നിനക്കേ നോക്കാൻ പറ്റുള്ളൂ ഈ ഉണ്ണീനെ, അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ തന്നത് അങ്ങനെ പറയും. അപ്പം നമുക്ക് സമാധാനിപ്പിക്കാം എന്നല്ലാണ്ട് അതൊന്ന് നടത്തി കൊടുക്കാനായിട്ട് നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം എന്താ പറയുക, അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക അവനെ വളർത്തി ഇവിടം വരെ എത്തി. അവനെയല്ല ഡിംപിളിനെ ഇപ്പോഴും ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളാൽ പറ്റുന്ന സപ്പോർട്ട് ചെയ്തിട്ടാണ് കുട്ടിയെ ഇവിടം വരെ എത്തിയത്. അങ്ങനെ എന്താ പറയുക, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിപ്പോൾ 3 വയസ്സാണ്. അപ്പോൾ അവനെ ശരിക്കും 2 വയസ്സ് തൊട്ട് ഡിംപിൾ 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ ആശുപത്രികളിലേക്കാണ് കൊണ്ടു നടന്നിരുന്നതെന്ന് വെച്ചാൽ 2 വയസ്സ് തൊട്ട് ഇപ്പോൾ ഈ 4 വയസ്സ് വരെ ഹോസ്പിറ്റൽ പ്ലസ് ഫിസിയോതെറാപ്പി, അങ്ങനെയാണ് അടുത്ത 2 വർഷമായിരുന്നത്. അപ്പോൾ ഈ 4 വർഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് പോയെന്നുള്ളത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 9ാമത്തെ വർഷമാണ്, 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഈ 8 വർഷവും പ്ലസ് അതിൻ്റെ ഇടയിലുള്ള ഈ 4 വർഷവും കൂടി ആയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഡിംപിൾ ജീവിതം എന്താണെന്ന് പഠിച്ചു, ഇങ്ങനെയാണ് ലൈഫ് എന്ന് പഠിച്ചു. എല്ലാ മേഖലയിൽ കൂടിയും കടന്നു പോയി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് എന്താ പറയുക, ഇനി ഒന്നുമില്ല ശരിക്കും പഠിക്കാനായിട്ട്. ഭയങ്കര പണ്ടത്തെ കുട്ടിയേ അല്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു അസറ്റും കൂടി. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, ഇതിൽ നിന്നൊക്കെ മാറി നിനക്ക് നിൻ്റേതായിട്ടൊരു സംഭവം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അത് നടന്നു. ഈ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നീ പറയും, ഈ കഴിഞ്ഞതൊക്കെ ഞാൻ മറന്നു, ഇപ്പം ഞാൻ ഹാപ്പിയാണെന്ന് നീ പറയും, നിന്നെക്കൊണ്ട് ദൈവം പറയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും പറയും, ചില സമയത്ത് നമ്മളുടെ കൂടെ ആരുമില്ല എന്ന് തോന്നും. ചിലപ്പോൾ ആ കാരണക്കാർ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഡിംപിളിനോട് പറയും. നമ്മൾ എത്ര വിഷമിക്കും, അകന്ന് നിന്നവരായാലും നമ്മളുടെ ഒരു ആപത്ത് വരുമ്പോൾ ആ ആപത്ത് അറിഞ്ഞും കൊണ്ട് നമ്മളെ ഏറ്റെടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയും ഞാൻ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്തി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇന്നുണ്ട്. കാരണം അവളെ സംബന്ധിച്ച് അനാവശ്യമായി ഒരാളോടും എതിർത്തൊരു വാക്ക് പറയുക, അല്ലെങ്കിൽ കുറേ തർക്കുത്തരം പറയുക. പിന്നെ നമ്മൾ പറയും, മുട്ടിയ ചേരയും കടിക്കും എന്ന് പറയും. അതായത് വല്ലാണ്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. പിന്നെ അവൾ ഏറ്റവും കൂടുതൽ മറുപടി പറയുക എന്നോടാണ്. കാരണം നമ്മളമ്മമാർക്കാവുമ്പോൾ എന്തും കേൾക്കാനും കാണാനും ഉള്ളൊരു മനസ്സുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പറയും, ഇന്ന് നീ എന്നോട് പറയുമ്പോൾ ഞാൻ എന്താണോ എനിക്ക് സങ്കടം തോന്നുന്നത് അത് നിനക്ക് നാളെ പാച്ചു പറയുമ്പോൾ മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കൊക്കെയുള്ളൂ ബർത്ത്ഡേ വിശേഷം. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇനിയുള്ള കാലം എത്ര കാലം എനിക്കും ഡാഡിക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് അവളെ മനസ്സിന് ബലം വരുത്തിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പാച്ചു ഇപ്പം മിടുക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ലൈഫ് കൊടുക്കും. കാരണം ദൈവം ഒരു മാലാഖ കുഞ്ഞിനെ ഞങ്ങളുടെ സ്വന്തമായിട്ട് അവിടെ തൊട്ടടുത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഇന്നതേ 33 വയസ്സായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇതുവരെ അനുഭവിച്ച ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ലൈഫ് ഏറ്റവും ഭംഗിയായിട്ട് പോകാൻ വേണ്ടി ദൈവം എല്ലാ അനുഗ്രഹവും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉമ്മ.